കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ. അവിടെ ഒരു ചടങ്ങ് നടന്നു എന്ന് എനിക്കറിയാം. എന്ത് ചടങ്ങാണെന്ന് കൃത്യമായിട്ടൊന്നും ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾ അന്വേഷിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാലത്ത് എന്നെ പൈലറ്റ് ചെയ്തിട്ടുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവർക്ക് ആ ചടങ്ങിനെ സംബന്ധിച്ചുള്ള വിവരം അറിയാമായിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. പോലീസിന് അറിയാമായിരിക്കും. ഞാനെൻ്റെ അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഗൺമാനോടും ചോദിച്ചു, ഒരു ചടങ്ങെന്നേ അയാൾക്കും അറിയാവൂ, എന്ത് ചടങ്ങെന്ന് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ കുട്ടിയുടെ നൂലുകെട്ടോ 1ാം ജന്മദിനമോ ഏതോ അങ്ങനെയുള്ളൊരു ചടങ്ങാണ്, ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു ചടങ്ങിനാണ് പോയത്, അത്രയേ ഉള്ളൂ. ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോയത്. ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ അങ്ങനെയൊന്നും ഞാനത് ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ചിത്രം പുറത്തു വന്നിരുന്നു, പത്തനംതിട്ട പുറത്തുവിട്ട ഒരു ചിത്രം പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ചൊന്നും അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ചില മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നിരുന്നു, അദ്ദേഹം പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി, പോറ്റിയെ സന്ദർശിച്ചു എന്ന വാർത്തകൾ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മറുപടി എന്ന നിലയിൽ അദ്ദേഹം അതെന്താണ് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുകയുണ്ടായി. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു തവണ ശബരിമലയിലേക്കോ മറ്റോ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്നത്, ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്, ഒന്ന് വീട്ടിലൊന്ന് വരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന കളങ്കിത പശ്ചാത്തലം നമുക്ക് ആർക്കും അറിയുമായിരുന്നില്ല. സംസ്ഥാനത്ത് ഒരാൾക്കും അറിയുമായിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് കളങ്കിതനാണ് എന്ന കാര്യം ആർക്കും അറിയുമായിരുന്നില്ല. അത് ആ കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇതറിയാതെ ഞാൻ അവിടെ പോയി അതിൽ പങ്കെടുത്തു, അതിനുശേഷം മടങ്ങുകയും ചെയ്തു. അതൊരു പൊതുചടങ്ങായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരു തവണയാണ് അവിടെ പോയിരിക്കുന്നത്, അതിനപ്പുറം പോയിട്ടില്ല. അത് 2017 ആണ് എന്നതാണ് ഓർമ്മയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യം അന്വേഷണ ഏജൻസി പോറ്റിയുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദിച്ചപ്പോഴല്ല, അതല്ലാതെ തന്നെ അന്വേഷണ ഏജൻസിയോട് SITയോട് അങ്ങോട്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നതുപോലെ അവിടെ പോയിരുന്നു, ഒരു തവണ പോകേണ്ട ഒരു സാഹചര്യം വന്നു, അന്ന് പോയിരുന്നു. പക്ഷേ അന്ന് ഈ പോറ്റിയുടെ കളങ്കിത പശ്ചാത്തലമൊന്നും നമുക്ക് അറിയുമായിരുന്നില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഉപഹാരങ്ങളോ ഒരു തരത്തിലുള്ള പാരിതോഷികങ്ങളോ വാങ്ങിയിട്ടില്ല, അത് ഉറപ്പുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ചില ആക്ഷേപങ്ങളൊക്കെ ഏതോ പത്രത്തിലൊക്കെ വന്നിരുന്നു. അതായത് ഈ പറയുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ വീടുകൾ നിർമ്മിച്ച് നൽകിയെന്ന് പല ആളുകളെ കൊണ്ടും വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ തൻ്റെ ഭാഗ്യം കൊണ്ട് ഇത്തരത്തിൽ പോറ്റിയുമായോ അല്ലെങ്കിൽ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ കൊണ്ടോ തൻ്റെ മണ്ഡലത്തിൽ സ്പോൺസർഷിപ്പ് നടത്തിപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം വളരെ കൃത്യമായി ആ കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് പറയുന്നത്. അയ്യപ്പൻ്റെ ഭക്തൻ എന്ന നിലയിൽ ആ രീതിയിൽ അന്ന് അയാൾ ശബരിമലയിൽ ഇടപെടൽ ഉണ്ടായിരുന്ന ഒരു സമയമാണ്, അതുകൊണ്ടാണ് അയാളുടെ വീട്ടിൽ പോയതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഷീജ എന്നോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ കടകംപള്ളിയുടെ പ്രതികരണത്തിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ഷീജ, അതായത് അന്ന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കളങ്കിതമായ ഒരു പശ്ചാത്തലം അറിയില്ലായിരുന്നു. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാവരും അയ്യപ്പൻ്റെ ഒരു ഭക്തൻ, സ്പോൺസർ എന്ന നിലയിലൊക്കെയാണ് ശബരിമലയിൽ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ഒരു തവണ പോകേണ്ടി വന്നത്. അതൊരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നതാണോ കടകംപള്ളി സുരേന്ദ്രൻ ആ വിഷയത്തിൽ പറയുന്ന മറുപടി എന്ന് പറയുന്നത്? ഷീജ, അപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം അവിടെ നിന്ന് നേരെ പോവുകയും ചെയ്തു. ശബരിമലയിലേക്കായിരുന്നു പോയെന്ന് പറയുന്നു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, അതൊരു രഹസ്യമായ കൂടിക്കാഴ്ചയായിരുന്നില്ല, എന്നോടൊപ്പം എന്നെ പൈലറ്റായി അനുഗമിച്ച പോലീസ് വാഹനം ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായി, വെഞ്ഞാറമൂട് സ്റ്റേഷനിലെ പോലീസോ മറ്റോ ആണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഈ പറയുന്ന ഔദ്യോഗിക സംവിധാനങ്ങളോടുകൂടി പോകില്ലല്ലോ എന്ന് തന്നെയാണ് അതിൽ കടകംപള്ളി വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം, സ്വാഭാവികമായും പ്രതിപക്ഷം ആ രീതിയിൽ ആരോപിക്കും, അത് അവരുടെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങൾക്കറിയാം, ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങളിൽ ഒരു മന്ത്രിക്ക് ഒരു തരത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല ഈ ദേവസ്വം ബോർഡിന്റെ ഭരണം എന്നത്, ഘടന എന്നത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. പിന്നെ ED വരുന്ന കാര്യം, നാട്ടിലെ ഏവർക്കും വിശ്വാസമുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം വരുമ്പോൾ EDയുടെ അന്വേഷണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഷീജ ഉണ്ടനോടൊപ്പം. ഷീജ, അതിൽ കടകംപള്ളി പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് 2017 മറ്റോ ആണ്. അന്ന് ഈ പറയുന്നത് പോലെ ഈ പോറ്റിയുടെ കളങ്കിതമായ പശ്ചാത്തലം നമ്മുടെ നാട്ടിൽ നമുക്ക് ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശബരിമലയിൽ അന്ന് സ്പോൺസർഷിപ്പുമായൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ പോറ്റി ക്ഷണിച്ചപ്പോൾ പോയി ഒരു ചടങ്ങിൽ പങ്കെടുത്തു. അതൊരു സ്വകാര്യമായ ചടങ്ങായിരുന്നില്ല, അത് പൈലറ്റ് വാഹനമായ പോലീസിനോടൊപ്പമാണ് അങ്ങോട്ടേക്ക് പോയതും എന്നാണോ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്?
തീർച്ചയായും മനു, ഏതായാലും ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു പടമാണ്, ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനെയാണ് വലിയ തോതിൽ മന്ത്രിയായിരുന്ന കടകംപള്ളി അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത്. പക്ഷെ ഇപ്പോൾ അതിലാണ് കടകംപള്ളി സുരേന്ദ്രൻ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. അതായത് മന്ത്രി എന്ന നിലയിൽ തന്നെ വീട്ടിലെ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയുന്നത് ശബരിമലയിലെ വലിയ ഭക്തൻ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുന്നത്. അപ്പോൾ ചടങ്ങിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി നിർബന്ധിച്ചതിനെ തുടർന്നാണ് താൻ ശബരിമലയിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഇറങ്ങുകയും അത് ഇപ്പോഴത്തെ വീടല്ല എന്നുള്ള കാര്യവും പറയുന്നു. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇറങ്ങുന്നു, ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടെ നിന്ന് നേരെ ശബരിമലയിലേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് താൻ ആ വീട്ടിൽ പിന്നീട് പോയിട്ടില്ല എന്നുള്ള കാര്യവും കടകംപള്ളി സുരേന്ദ്രൻ MLA വ്യക്തമാക്കുന്നു. പക്ഷേ പ്രതിപക്ഷം ഉപയോഗിക്കുന്നത് അവർക്ക് എന്നും എക്കാലത്തും ഒരു ഇരയെ വേണം, അതിനുവേണ്ടിയാണ് തന്റെ പേര് അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. തന്ത്രിയും മന്ത്രിയും രണ്ടാണ് ശബരിമലയെ സംബന്ധിച്ച്. കാരണം പ്രതിപക്ഷത്തിനടക്കം അറിയാം മന്ത്രിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു റോളും ഇല്ല എന്നുള്ള കാര്യം. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഈ രീതിയിൽ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ താൻ ഇപ്പോൾ മാത്രമല്ല പുറത്തു വന്നത്, തന്നെ SIT സംഘം വിളിച്ച് മൊഴിയെടുപ്പിൽ തന്നെ താൻ പറഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിരുന്നു എന്നുള്ള കാര്യം ആ മൊഴിയിൽ തന്നെ പറഞ്ഞിരുന്നു. അല്ലാത്ത പക്ഷം തനിക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ അത് മൊഴിയായി പറയേണ്ടതില്ലല്ലോ എന്നുള്ള കാര്യം കൂടിയാണ്. അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ അത് വളരെ വ്യക്തമായി കടകംപള്ളി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും അറിയില്ലാത്തൊരു കാര്യമായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ SITയുടെ മുൻപിലേക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ട് ചെന്നു. അപ്പോൾ SIT എന്നോട് ഇങ്ങോട്ട് പോറ്റിയുടെ ഏതെങ്കിലും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നതിന് മുൻപ് ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് 2017 മറ്റോ ആണ്. അത് ഇന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എനിക്കന്ന് പോകേണ്ടി വന്നത്. അന്ന് അയാളുടെ കളങ്കിത പശ്ചാത്തലം ഇവിടെ ആർക്കും അറിവുണ്ടായിരുന്നില്ല. അന്ന് അയാളൊരു സ്പോൺസർ എന്ന നിലയിലാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത് എന്ന രീതിയിൽ പോകേണ്ടി വന്നു എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് കടകംപള്ളി പറയുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് തോന്നുന്നു ഷീജ. തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം കടകംപള്ളി പറയുന്നത് തന്നെ ഇങ്ങോട്ട് വിളിച്ചതിന്റെ അതായത് മൊഴിയെടുക്കാൻ വേണ്ടി SIT വിളിക്കുന്നു, തന്നെ SIT അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ അവർ ചോദിക്കുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് മുൻപ് തന്നെയാണ് താൻ ഇക്കാര്യങ്ങൾ SITയോട് വ്യക്തമാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ ഒരു തവണ കണ്ടിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി ആണ് കണ്ടത് എന്നുള്ള കാര്യം താൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നിന്ന് വ്യക്തമാണ്. എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒളിക്കുവാനുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു വ്യക്തി അങ്ങനെ അന്വേഷണ സംഘത്തോട് പറയേണ്ടതില്ലല്ലോ എന്നുള്ളത് തന്നെയാണ് ഇവിടെ വരുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് കടകംപള്ളിയും ചൂണ്ടിക്കാണിക്കുന്നത്. തനിക്ക് അതിൽ എന്തെങ്കിലും ഒളിക്കുവാനുണ്ടെങ്കിൽ എന്തിനാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അക്കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് ഒന്നും ഒളിക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഈ രീതിയിൽ വ്യക്തമാക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മനു, ശരി. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് എന്താണ് സംഭവിച്ചത് പോറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന ആ വാർത്തയിൽ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. അതിലൊരു രാഷ്ട്രീയമായ തെറ്റായ വ്യാഖ്യാനം നൽകേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് പോറ്റിയെ കണ്ടത്, ഏത് സാഹചര്യത്തിലാണ് പോറ്റിയുടെ വീട്ടിൽ പോകേണ്ടി വന്നത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് മാത്രമല്ല, പോറ്റിയെ കണ്ട ഈ കാഴ്ചയെക്കുറിച്ച് അത് SITയോട്, അതായത് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തോട് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നും കടകംപള്ളി പറയുന്നു.